അപ്പം അന്ന് മലയാളത്തിലെ ക്ലാസ് അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇൻ ദ ഇയർ 2006 ഐ എം സെയിങ്. അപ്പോൾ സവാദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു 2 മാസം ഇവിടെ പിടിച്ച് വന്നിട്ട് കയറിക്കോ എന്നിട്ട് അവൻ വിട്ടു. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് 2 മാസം അവിടെ നിന്നു. ആ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൊറിബിൾ ഫോർ മീ. ലൈക്ക് ഒന്ന് ക്ലാസ്സിലൊന്നും മനസ്സിലാവില്ല, നമ്മളുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്. നേരെ നാട്ടിലേക്ക് വന്നു. സി എ എന്ന് പറഞ്ഞ സ്വപ്നം എന്ത് ചെയ്തു, സി എ എന്ന് പറഞ്ഞ സ്വപ്നം ഉണ്ടായിട്ടില്ല, അക്കൗണ്ടന്റ് ആവാന്നുള്ളൊരു സ്വപ്നം അത് ഒഴിവാക്കി. പക്ഷെ ആ ഒരു 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 ഉള്ളിലൊരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ദാറ്റ് സ്പാർക്ക് ഈസ് ഓൾവേസ് ദെയർ, ദാറ്റ് ഐ ഹാവ് ടു ഡു സംതിങ് ഇൻ മൈ ലൈഫ്. Again, I am going for chartered accountancy. This time, not to be an accountant, but as a chartered accountant. എന്താണെന്നല്ലേ ഒരു ലൈഫ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് എനിക്കൊന്ന് +2 വരെ എനിക്കൊന്ന് വയക്കരാന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ലേ അവിടെ അങ്ങോട്ടുള്ള ഒരു ജേണി എങ്ങനെയാണ് മീൻസ് ലൈഫിലൊരു ജേണി എന്നൊക്കെ പറയുമ്പോൾ? നമ്മളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് തളിപ്പറമ്പാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ് വരെ തളിപ്പറമ്പിലായിരിക്കും നമ്മളെല്ലാവരും പഠിക്കുക. എനിക്ക് 4 ബ്രദേഴ്സ് ഉണ്ട്, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഈ 7ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 8 മുതൽ നമ്മൾ ചെറുപുഴയിലേക്ക് പോകണം. ചെറുപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പയാണ് അവിടെ ഉണ്ടാവുക. അവിടെ ഒരു ചെറിയ കടയുണ്ട്, കുറച്ച് പറമ്പുണ്ട്. ഈ പറമ്പിൽ നോക്കണം, കച്ചവടം നടത്തണം, കൂടെ പഠിക്കണം. ഈ ഒരു ലെവൽ ഓഫ് ഒരു നോർമൽ വീട്ടിൽ നിന്നിട്ടുള്ളൊരു പഠനമല്ല അത്. അപ്പോൾ അങ്ങനെ 8ാം ക്ലാസ് മുതൽ അവിടെ പോയി 8, 9, 10, +2 എല്ലാം വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ആ സമയമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യമില്ല, പഠിക്കാൻ അറിയില്ല, അറിയേച്ചില്ല, എന്താണ് പഠനം എന്നല്ല അറിയില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇതറിയാം, എന്താ വെച്ചാൽ മലയാളം സെക്കൻഡ്, മലയാളം ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹിസ്റ്ററി ഇഷ്ടമാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്പോർട്സിനോട് ഇഷ്ടമാണ്. മുമ്പേ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കും. ഫുട്ബോൾ ഇഷ്ടമാണ്, കളിക്കാറില്ല, കളിക്കാർ കുറവാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ക്രിക്കറ്റും ഫുട്ബോളും അറിയുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, പത്രത്തിൻ്റെ സ്പോർട്സ് പേജ് വായിക്കും. ഈ സ്പോർട്സ് പേജ് വായിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് കൺട്രീസിനെ കുറിച്ച് അറിയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 8ാം ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സമയത്ത് അർജൻറ്റീനയെ കുറിച്ച് എന്തോ ഒരു ടോപ്പിക് കയറി വന്നു. അപ്പോൾ സാർ വെച്ച്, ആർക്കാന്ന് അർജൻറ്റീന അറിയാം? ഐ ആം ദ ഓൺലി വൺ റേസ് ദ ഹാൻഡ്. എനിക്കറിയാം അർജൻറ്റീന. എല്ലാവരും അത്ഭുതപ്പെട്ടു, ഇവൻ എങ്ങനെ അർജൻറ്റീന അറിയാം? കാരണം എനിക്കറിയാം മറഡോണ നാടാണ്. സാർ ചോദിച്ചു, എങ്ങനെ എനിക്ക് അർജൻറ്റീന അറിയാം? മറഡോണ. കാരണം നമുക്ക് അന്നേ അറിയാം. സ്പോർട്സിനോടുള്ള ഇഷ്ടം എന്ത് ചെയ്തു, നമ്മളെ വായനയിലേക്ക് എത്തിച്ചു. ആദ്യം സ്പോർട്സ് മാഗസിൻസ് വായിക്കും. അതേപോലെ ഈ പത്രത്തിൻ്റെ ലാസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ബട്ട് ഫസ്റ്റ് അതിൻ്റെ ഒരു സ്പോർട്സ് ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു ആ സമയത്ത് വായന എന്ന് പറഞ്ഞത്. പിന്നെ സ്പോർട്സിനോടുള്ള കുറേ മാഗസിൻസും കാര്യങ്ങളും എനിക്ക് തന്നെ എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ തീർന്നത് പഴയ കുറേ കളിക്കാരെ, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കാരാണ്. കപിൽ ദേവ്, അതേപോലെ അസറുദ്ദീൻ, ആ സമയത്തിലെ സുനിൽ ഗവാസ്കർ, അവരെല്ലാം എന്ത് ചെയ്യും, വെട്ടിയിട്ട് എന്ത് ചെയ്യും, എത്ര നോട്ട്ബുക്ക് എന്ന് പറയും, ഒരുപാട് നോട്ട്ബുക്ക് ഇങ്ങനെ അവരെ പിക്ചർ മാത്രം ഒട്ടിച്ച് ഒരുപാട് നോട്ട്ബുക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പഠനം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഓൺലി കളി. ഈ കളീൻ്റെ കൂടെ തന്നെ ഉപ്പാൻ്റെ കൂടെ ആയതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ച് കച്ചവടം, അതേപോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാൻ്റെ ഒരു പോളിസി, എല്ലാം പഠിക്കണം. തെങ്ങേറ്റം പഠിക്കണം, സ്വിമ്മിങ് പഠിക്കണം, എന്താ പറയുക, കിളക്കാൻ പഠിക്കണം, എല്ലാം പഠിക്കണം, എവറിത്തിങ്. എന്നിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഇഷ്ടമുള്ള ഇപ്പോൾ തെങ്ങ് കയറലൊക്കെ ഒരു ഹോബിയായിരുന്നു. തെങ്ങിൽ കയറും, അതേപോലെ ഇളനീരിടും. പിന്നെ പറമ്പത്തും പാടത്തെല്ലാം ഇങ്ങനെ ഓടി നടക്കും. നല്ല ഫിസിക്കായിരുന്നു, നല്ല എന്താ ഈ ക്രിക്കറ്റിനോടുള്ള ആഗ്രഹം കൊണ്ട് എപ്പോഴും രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്യും, ഓടാൻ പോകും. 1-2 മണിക്കൂർ എന്തായാലും എന്ത് ചെയ്യും, സ്പോർട്സ് ആക്ടിവിറ്റി ആയിരിക്കും രാവിലെ. അത് കഴിഞ്ഞ് വന്നാൽ കട തുറന്നിട്ട് സാധാ ഒരു ഗ്രാമത്തിലുള്ള പഴയ ഷട്ടറൊന്നുമില്ല, ഈ നിരപ്പലക എന്നറിയില്ല, ആ ടൈപ്പ് ഒരു കടയാണ്. ആ കടയിലിരിക്കും, ചായ ഉണ്ടാക്കും. അപ്പോൾ കുറേ ആൾക്കാർ വരും, അവരോട് കുറേ വർത്താനം പറയും. സോഷ്യലൈസേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഒരു +2 വരെയുള്ളൊക്കെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപേരുള്ള ഇത് തന്നെയായിരുന്നു. ക്രിക്കറ്റ്, പിന്നെ നമ്മുടെ കട, ആ ഒരു ഗ്രാമത്തിലെ കുറേ ആൾക്കാർ, അവരുമായിട്ടുള്ള സംസാരം, നല്ല സോഷ്യലൈസേഷൻ, നല്ല സ്പോർട്സ്. അതിനപ്പുറം എഡ്യൂക്കേഷൻ എന്നുള്ളത് ഐ ക്യാൻ സേ 0. കാരണം 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചർ എപ്പോൾ എന്നോട് പറയും, സാലി നിനക്ക് 10 മാർക്ക് വരെ കിട്ടുക, അല്ല 100 മാർക്ക് വരെ കിട്ടുക. അന്നറിയാലോ 600 ടോട്ടൽ മാർക്ക്, 210 മാർക്കാണ് നമുക്ക് ജയിക്കാൻ കിട്ടേണ്ടത്. ഓരോ സബ്ജക്റ്റിലും മിനിമം 10 മാർക്ക് കിട്ടണം. ഇതൊക്കെയായിരുന്നു അന്ന് ആ സമയത്തുള്ള 10ാം ക്ലാസ് പാസ്സാകാനുള്ള ഒരു ക്രൈറ്റീരിയ. സോ എൻ്റെ ഫാക്കൽറ്റി എന്നോട് ഇപ്പോൾ പറയുന്നത് ഈ ഒരു 100 മാർക്ക് പോലും കിട്ടില്ല. ആ 100 മാർക്ക് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
മലയാളം സെക്കൻഡ് നിന്ന് ഹിസ്റ്ററി എന്നായിരിക്കും. കാരണം മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അന്നത് പറയുമ്പോൾ ഒരു സങ്കടം തോന്നാറില്ല. സാധാരണ ഗതിയിൽ എല്ലാവരും മുമ്പിൽ ഒരു അഭിമാനിക്കല, 100 മാർക്കിന് കിട്ടുന്ന ഒരു അഭിമാനിക്കല. എനിക്കതൊരു അഭിമാനമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണ്, എഡ്യൂക്കേഷൻ ഈസ് നെവർ ഇൻ മൈ ഡെസ്റ്റിനേഷൻ. എഡ്യൂക്കേഷനിലൂടെ എന്തെങ്കിലും ആയിത്തീരാന്നുള്ളൊരു ആഗ്രഹമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ന്യൂട്രൽ ആയിട്ടുണ്ട്. സ്കൂളിൽ പോവുക, കളിക്കാൻ വേണ്ടി സ്കൂളിൽ പോവുക, പിന്നെ ടീച്ചേഴ്സിനെ പേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഹിന്ദി വായിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ എണീറ്റെടുത്തിട്ട് ഹിന്ദി വായിപ്പിക്കും. ഞാൻ തൊട്ടടുത്തിൽ സത്യനുണ്ട്, സത്യനെ പേടിപ്പിക്കും. സത്യ എല്ലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ ശരിയാക്കുന്നില്ല രീതിയിൽ. അപ്പം അവൻ കുറച്ച് ഷോർട്ടാണ്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, മെല്ലെ എനിക്ക് പറഞ്ഞില്ല, അത് ഞാൻ എന്ത് ചെയ്യും വായിക്കും. അന്നും ഹിന്ദി വായന, ഹിന്ദി അക്ഷരം, അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, എവറിത്തിങ് ഈസ് 0. അപ്പോൾ ഒരു +2 വരെയുള്ള ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈഫിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ക്രിക്കറ്റ് കളി, പിന്നെ രാവിലത്തെ മോർണിംഗ്. ഐ വാസ് എ മോർണിംഗ് പേഴ്സൺ. ഈവൻ പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മോർണിംഗിൽ എണീക്കും. മോർണിംഗിൽ എണീറ്റ് എന്ത് ചെയ്യും, ഓടാൻ പോകും. വലിയൊരു കുന്നൊക്കെ ഉണ്ട്, എനിക്കറിയാലോ അല്ലേ, മച്ചീന പാഠശാലയിലേക്ക് ഒരു കുന്നൊക്കെ നിർത്താണ്ട് ഓടിക്കയറും, വൃത്തിയിൽ ഓടിക്കയറും. കാരണം അതിൽ എന്താണ് ആഗ്രഹം, സ്പോർട്സിൽ എന്തെങ്കിലും ആണ്, ക്രിക്കറ്റിൽ എന്തെങ്കിലും ആവണമെന്നുള്ള അതിയായ ആഗ്രഹം. നന്നായിട്ട് കളിക്കുകയും ചെയ്യും, നന്നായിട്ട് ബോൾ എറിയും, നന്നായിട്ട് ഒരുപാട് സ്ഥലത്ത് കളിക്കാൻ പോകും. സൺഡേ സാറ്റർഡേ ഒന്നും എന്നെ കിട്ടില്ല, ഞാൻ പല ടീമിനും പല സ്ഥലത്ത് കളിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പോർട്സ് ആയിരുന്നു അന്നത്തെ ലോകം മൊത്തം. പിന്നെയാണ് +2 കഴിഞ്ഞ് അതേ ക്രിക്കറ്റിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് സർസയിലേക്ക് എത്തിയത്. സർസൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ബെസ്റ്റ് കോളേജ് ഫോർ ക്രിക്കറ്റ്, ബെസ്റ്റ് കോളേജ് ഫോർ സ്റ്റഡീസ്. ഞാൻ പോയത് ബെസ്റ്റ് കോളേജ് ഫോർ ക്രിക്കറ്റ്. അത് മാത്രമല്ല +2 കഴിഞ്ഞു. +2 എനിക്ക് കിട്ടിയത് എനിക്കൊന്ന് 49% മാർക്കാണ്. ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എനിക്ക് ഈ സ്പോർട്സ് അതേപോലെ ഈ ഹിസ്റ്ററിയിലും കുറച്ച് അറിയുന്നതുകൊണ്ട് എന്തെങ്കിലും എഴുതിയ മാർക്ക് കിട്ടും. ചെറുപറ എഴുതി മാർക്ക് കിട്ടി. ആ സമയത്തുണ്ടായ വേറൊരു ക്വാളിറ്റിയും കൂടി ഉണ്ടായിരുന്നു, റീഡിങ് ഹാബിറ്റ്. ഞാൻ നോവൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മലയാളം നോവൽസ്, ഒരുപാട് നോവൽസ് വായിച്ചിരുന്നു. ഈ നോവൽസിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതേപോലെ വായന. പത്രം തുടങ്ങിയത് സ്പോർട്സ് മാത്രമാണെങ്കിലും പിന്നീട് ഈ പത്രം സ്ഥിരമായി എല്ലാം വായിക്കാൻ തുടങ്ങി, പൊളിറ്റിക്സും അതേപോലെ ഇന്റർനാഷണൽ എല്ലാം. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എവിടെയും എന്തെങ്കിലും എഴുതി വെക്കാന്ന് വെച്ചാൽ എഴുതും. കാരണം കുറച്ചൊക്കെ ഉണ്ടല്ലോ സാധനം, ഒന്നും ക്വസ്റ്റ്യൻ തന്നെ മാറ്റി വരുമ്പോൾ എഴുതും. അപ്പം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. അതേപോലെ ഈ ഉപ്പൻ്റെ കട നടത്തുന്നതുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് ഉള്ളത് കൊണ്ട് എക്കണോമിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എക്കണോമിക്സ് എൻ്റെ ടീച്ചർ ക്ലാസ് പഠിപ്പിക്കുന്ന സാധനം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവരെന്താ പറയുക, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ശരിയാണ്, എനിക്കറിയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കടയിൽ വെക്കുന്ന ഒരു സാധനത്തിന് 1 രൂപ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വില കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആൾ വരില്ല, തൊട്ട് അപ്പുറത്തെ കടയിലേക്ക് ആൾ പോകും. ഇനി അതേപോലെ നമ്മൾ ഒരു 1 രൂപ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ആൾക്കാർ വരും. സോ ഡിമാൻഡ് സപ്ലൈ ഒക്കെ നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതേപോലെ എലാസ്റ്റിസിറ്റി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മുടെ ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഐറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വില കൂട്ടാൻ പറ്റില്ല. അതിൻ്റെ വില എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കൂട്ടുക. അതിൻ്റെ കൂടെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ വില എന്ത് ചെയ്യാമെന്ന് കുറച്ച് മാർജിൻ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരി, പഞ്ചസാര, ചായപ്പൊടി, ഇതൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന സാധനമാണ്. അവർ വിജിലൻ്റ് ആയിരിക്കും, ഇതിൻ്റെ റേറ്റ് അവർക്ക് അറിയും. പക്ഷെ ഇതിൻ്റെ കൂടെ വാങ്ങിക്കുന്ന സ്നാക്സിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വില അറിയില്ല. അതിൻ്റെ വില 2 രൂപ 5 രൂപ മാറിയാൽ എന്തെങ്കിലും അറിയില്ല. സോ ഇതൊക്കെ നമ്മൾ കടയിൽ എന്ത് ചെയ്യുന്നതാണ്, ചെറുപ്പത്തിലേ ചെയ്യുന്നതാണ്. സോ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിക്കുമ്പം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സെയിം സാധനമാണ് നമ്മളതിൽ പഠിച്ചിട്ടുള്ളത്. സോ അത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. സർസൈജിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ നമ്മളൊന്ന് മാറി. നമ്മൾ അതുവരെ ഒരു ഗ്രാമത്തിൽ വളർന്ന ആളല്ലേ. സർസൈജിലേക്ക് കുറേ അടിപൊളി കുട്ടികൾ, കുറേ എന്താ പറയുക, ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ്, അതിൻ്റെ കൂടെ ക്രിക്കറ്റ്, പിന്നെ കുറച്ച് റാഗിങ്, കുറച്ച് അടിപിടി, കച്ചറ. അവിടെയും പഠനം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അവിടെ 2 സാധനം ഉണ്ടാവും, ഒന്ന് സ്പോർട്സ്, 2 എൻ്റർടൈൻമെൻറ്റ്. അടിച്ച് പൊളിക്കുക, എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക. സ്റ്റിൽ ഐ റിമെമ്പർ, നമ്മളെല്ലാ ദിവസവും കോളേജിലേക്ക് പോകും, ക്ലാസ്സിലുണ്ടാവില്ല. ക്ലാസ്സിലുണ്ടാവില്ല വെച്ചാൽ കോളേജിൻ്റെ മുമ്പിലൊരു കടയുണ്ട്, ആ കടയിൽ ഇരുന്ന് സംസാരിക്കും, കുറേ ചില്ല് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കോളേജിലേക്ക് കയറും. ലഞ്ച് ബ്രേക്കോ അല്ലെങ്കിൽ ബ്രേക്ക് വരുമ്പോൾ കോളേജിൽ കയറി മെയിൻലി സെക്കൻഡ് ഇയറിലാകുമ്പോൾ മെയിൻ പരിപാടി വെച്ചാൽ കുറച്ച് റാഗ് ചെയ്യും, കുറച്ച് എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അത് സ്കൂട്ടാവും. ആ രീതിയിലുള്ളൊരു ലൈഫായിരുന്നു ബികോമിൽ. അത് സത്യം പറഞ്ഞാൽ ബികോമിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് എനിക്ക് തന്നെ അറിയാത്തൊരു ജേണിയാണ്.
+2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് ഞാൻ BCom, അതും അന്ന് സർ സെയ്ദ് കോളേജിൽ BCom കിട്ടുക എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് മാറ്റർ. എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. മേ ബി എനിക്ക് സ്പോർട്സ് കോട്ടയിൽ കുറച്ച് മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയില്ല. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് നീ എന്താ BComലേക്ക്? എനിക്കെന്നെ അറിയില്ല ഞാൻ എന്തിനാ BComൽ വന്നിട്ടുള്ളത്. എന്തോ ഒരു BComനോടൊരു ആഗ്രഹം, അങ്ങനെ BComന് സ്പോർട്സ് തന്നെ വേറൊന്നുമില്ല, ക്രിക്കറ്റ് കളിക്കാന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവിടെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്സിലൊക്കെ കളിച്ച പ്ലേയേഴ്സ്. നമ്മുടെ നാട്ടുപുറത്ത് കളിക്കുമ്പോൾ നമ്മളാണ് രാജാവ്. സർ സെയ്ദിലെത്തുമ്പോൾ ലോവസ്റ്റ് വൺ. നമ്മളാ ഒരു ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒരു ഇൻഡ്യൂസ് പറ്റി ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ. ഏകദേശം ഒരു ഫൈനൽ ഇയർ കഴിയുമ്പോഴേക്ക്, BCom ഫൈനൽ ഇയർ കഴിയുമ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഐ കനോട്ട് ബി നോവെയർ ഇൻ ക്രിക്കറ്റ്. ക്രിക്കറ്റ് നമുക്ക് കളിക്കാം, ആസ്വദിക്കാം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് സോ മെനി തിങ്സ് ലൈക്ക് ഒരുപാട് ഫണ്ട് വേണം, ഒരുപാട് ട്രെയിനിങ് വേണം. കാരണം നമ്മുടെ നാട്ടിലെ ഈ പാടത്തെയും പരമത്തെയും കളിയെ കൊണ്ട് മുന്നേറില്ല. ക്രിക്കറ്റിൽ ഒരു ചിലപ്പം പറ്റുമായിരിക്കും. അന്ന് എൻ്റെ തോട്ടം അങ്ങനെയായിരുന്നു. ഒരു ഡിഗ്രി ഫൈനൽ ഇയറിലാകുമ്പോൾ എൻ്റെ തോട്ടം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ കനോട്ട് റീച്ച് എനിവേ ക്രിക്കറ്റ്. സോ ഒരുപാട് കാലം കൊണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കൊന്നൊരു 3ലും 4ലും പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അത്ര പേജിൽ ഞാൻ ബോളർ ചെറുപ്പത്തിലേ ഇപ്പോൾ ഒരു 10-15 കൊല്ലം കൊണ്ട് നടന്നൊരു ഡ്രീം എന്ത് ചെയ്തു, BComലൂടെ എന്ത് ചെയ്തു, അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ BCom കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ BCom ഫൈനലിലാകുമ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു, എന്താ ചെയ്യാന്നുള്ളത്. BCom കഴിഞ്ഞ ഉടനെ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി എന്താണ് എനിക്കുള്ളത്, എൻ്റെ ലൈഫിൽ എന്താ. പക്ഷെ ഞാനൊരു അംബീഷ്യസ് ആയിരുന്നു, പഠിക്കാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അംബീഷൻ ഉണ്ട്. അതേപോലെ മോർണിംഗ് പേഴ്സൺ, റീഡിങ്, കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് അംബീഷ്യസ് ആയിരുന്നു. പിന്നെ മോർണിംഗ്, ഐ നെവർ മിസ് ദ മോർണിംഗ്. ഈവൻ ഞാൻ ഓടാൻ പോകുന്നില്ലെങ്കിൽ വെറുതെ ഇറങ്ങി ടൗണിൽ കൂടെ നടക്കും. എന്താണ് ആഗ്രഹം തരാം, എനിക്ക് എന്തെങ്കിലും ആയിത്തീരണം. ഞാൻ വലിയ വലിയ ടൗണിലുള്ള വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ നോക്കും, ഇതുപോലത്തെ ബിൽഡിംഗ് ഉണ്ടാവണം. ഒരു ആംബീഷ്യസ് എന്ന് പറഞ്ഞൊരു കഴിഞ്ഞിട്ടില്ലേ. അതേപോലെ റീഡിങ്, ഒരു ഡിഗ്രിയിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ റീഡിങ് മലയാളം നോവലിൽ നിന്നും എല്ലാം മാറിയിട്ട് ഇംഗ്ലീഷ് നോവലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സിഡ്നി ഷിൽട്ടൻ്റെ ഒന്നും ഞാൻ വായിക്കാത്ത നോവൽസ് ഇല്ല, ഒരുപാട് നോവൽസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറാനുള്ള ഒരു പ്രേരണ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷൊന്നും വാസിൻ്റെ ഡിഫറൻസ് അറിയാത്ത ആളായിരുന്നു ഈവൺ ഇൻ ഡിഗ്രി. അപ്പോൾ മെല്ലെ എന്ത് ചെയ്തു, ഒരു ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ തോന്നുന്നു ഞാൻ മെല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് നോവൽസൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അന്നും ഈ പഠിക്കാത്ത കാലത്തും ഉണ്ടായ കുറച്ച് എന്താണ് ക്വാളിറ്റീസാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, വലിയൊരു സ്വപ്നം ഇല്ലാണ്ടായിപ്പോയി. അതിനെ പ്ലേസ് ചെയ്യുന്ന ഒരു സാധനം വേണം, അതിന് പകരം വെക്കാനുള്ള ഒരു സാധനം എനിക്ക് വേണം, ഇല്ലത്. കാരണം ഒരുപാട് കാലം കൊണ്ടുവരുന്ന ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് ക്രിക്കറ്റ് കളിക്കാരനാവുന്നുള്ളത്. ഇറ്റ് ഗോൺ. പിന്നെ ഭയങ്കര ശൂന്യതയായിരുന്നു. വാട്ട് ടു ഡു നെക്സ്റ്റ്, ഒരു ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ ലൈഫിൽ നമ്മൾക്ക് ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളെന്നുണ്ടല്ലോ, ഇഫ് യു നോട്ട് ഹാവിങ് ദാറ്റ് ഗോൾ, അത് ഫില്ല് ചെയ്യാൻ, നമ്മളെ ആഗ്രഹത്തിന് ഫില്ല് ചെയ്യാനൊരു ഗോൾ ഇല്ലെങ്കിൽ പിന്നെ ഇറിറ്റേഷൻ ആയിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് ഇറിറ്റേഷനിലായിരുന്നു BCom കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത്. സോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് സംഭവം ഒരു ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഞാൻ പാസ്സായിരുന്നു കേട്ടോ. മേ ബി ഇതന്നെയാണ്, ഞാൻ ഫൈനൽ ഇയറിൽ എല്ലാ പേപ്പറും 16 പേപ്പർ ഉണ്ടായിരുന്നു, എല്ലാ പേപ്പറും ഒന്നിച്ച് എഴുതി. സബ്ജക്ട്സ്, ലാംഗ്വേജ് എനിക്ക് മുമ്പേ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി സബ്ജക്ട്സ് ഒക്കെ ലാസ്റ്റ് ഒന്നിച്ച് എഴുതി. അങ്ങനെ അതും മലയാളത്തിൽ എഴുതിയിട്ടൊക്കെ സംഭവം ചെറിയൊരു മാർക്ക് എന്ത് ചെയ്തു, ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടിയിട്ട് ഡിഗ്രി ക്ലിയർ ആയി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഡിഗ്രി ഉണ്ട്, BCom എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ട്. പക്ഷേ ഒരു BCom കഴിഞ്ഞ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം, പക്ഷെ എനിക്ക് അക്കൗണ്ടൻസി അറിയില്ല. അവിടെയാണ് പ്രശ്നം. ക്ലാസ്സിൽ കയറിയിട്ടില്ല, എങ്ങനെയൊക്കെ തട്ടിമുട്ടി പാസ്സായി. അതിലും തിയറിയിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ഹോൾഡാണ്. തിയറി എഴുതിയിട്ടൊക്കെ. പിന്നെ അതേപോലെ ടാക്സേഷൻ എനിക്ക് ആ സമയത്ത് ഇഷ്ടമായിരുന്നു കേട്ടോ. ടാക്സ്, അത് ടീച്ചർ, നമ്മൾ ലൈഫിൽ ടീച്ചേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളേറ്റവും നന്നായിട്ട് പഠിപ്പിച്ച ടീച്ചറിനെ നമുക്ക് ഇഷ്ടമുണ്ടാവുക. നമുക്ക് ഇഷ്ടമുണ്ടാവുക അറിയോ, നമ്മളെ മനസ്സിലാക്കിയ കെയർ ചെയ്ത ടീച്ചർ. അങ്ങനെ ഒരു ടീച്ചറായിരുന്നു ഷീല മിസ്, നമ്മുടെ ടാക്സ് പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടാക്സ് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം ടാക്സ് ആയിരുന്നു. ഇനി ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പോൾ BCom കഴിഞ്ഞു, എൻ്റെ സ്വപ്നങ്ങളില്ലാണ്ട് ആ സ്വപ്നത്തിന് പ്ലേസ് ചെയ്യാൻ ഒരു സാധനം വേണം. സോ എൻ്റെ കയ്യിൽ BCom ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, BCom ഉണ്ട്, ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അക്കൗണ്ടൻസി അറിയണം. അപ്പോൾ അക്കൗണ്ടൻസി അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ഭ്രാന്തൻ ആശയമായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകുന്നത്. നോട്ട് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ബട്ട് ടു ബി എ അക്കൗണ്ടൻറ്റ്.
അപ്പം അന്ന് മലയാളത്തിലെ ക്ലാസ് അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇൻ ദ ഇയർ 2006 ഐ എം സെയിങ് 2004-05. അപ്പം നേരെ ചെന്നൈയിലേക്ക് വണ്ടി കയറി. ഒരുപാട് ആൾ എന്നെ ഇൻസ്പയർ ചെയ്ത് പോയി. എൻ്റെ കൂടെ വന്നൊരു സവാദ്, എൻ്റെ ബികോം മേറ്റ് ആയിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുവിട്ട് ഒരാഴ്ച കൊണ്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഞാനും അവൻ്റെ കൂടെ തന്നെ വരാൻ കഴിയും. കാരണം എനിക്ക് ചെന്നൈ എങ്ങനെ പിടിക്കുന്നില്ല. ഒന്ന് ക്ലാസ് തീരെ മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഇംഗ്ലീഷിലാണ്. അത് മാത്രമല്ല എല്ലാം ബുജികളാണ്. ക്ലാസ്സിലെ എല്ലാം പഠിപ്പിച്ചിട്ടാണ്. ഞാനൊരു കോർണറിൽ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കാന്നല്ലാണ്ട് ഐ കനോട്ട് മൂവ് ഫോർവേഡ്. അപ്പം സവാദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു 2 മാസം കൂടെ പിടിച്ച് വന്നിട്ട് കയറിക്കോ എന്നിട്ട് അവൻ വിട്ടു. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് 2 മാസം അവിടെ നിന്നു. ആ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൊറിബിൾ ഫോർ മീ. ലൈക്ക് ഒന്ന് ക്ലാസ്സിലൊന്നും മനസ്സിലാവില്ല, 2 നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്. ആ ഹോസ്റ്റലിൽ വന്നാൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ക്ലാസ്സിൽ പോയാൽ പഠിപ്പിസ്റ്റുകളാണ്. പിന്നെ ചെന്നൈ എന്ന് പറഞ്ഞാൽ വലിയ മഹാനഗരം, അതിൻ്റെ ഇടയിൽ നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥ. റൂമിൻ്റെ അവസ്ഥയാണെങ്കിൽ പത്തറ്റിക്ക്. എനിക്ക് റൂം കിട്ടിയിട്ടില്ല. 3 ആൾ കിടക്കുന്ന റൂമിൽ 4-ാമനായിട്ട് നിലത്താണ് എൻ്റെ വാസം. അങ്ങനെ ഒപ്പിച്ച് കിട്ടിയതാണ്. അപ്പം ഈ ഭയങ്കര ചൂടാണ്, കൊതുകുണ്ടാവും, ഫാൻ്റെ കാറ്റൊന്നും കിട്ടില്ല, പിന്നെ ഇടക്കിടക്ക് മൂട്ടയുണ്ടാവും. അങ്ങനെ ഒരു തരത്തിൽ കിടന്നുറങ്ങാനും സുഖമില്ല, ഓഫീസിൽ പോകാനും സുഖമില്ല. അങ്ങനെ 2 മാസം. ഈ 2 മാസം കഴിഞ്ഞോടെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നേരെ നാട്ടിലേക്ക് വന്നു. CA എന്ന് പറഞ്ഞ സ്വപ്നം എന്ത് ചെയ്തു, CA എന്ന് പറഞ്ഞ സ്വപ്നം ഉണ്ടായിട്ടില്ല, അക്കൗണ്ടൻ്റ് ആവാന്നുള്ളൊരു സ്വപ്നം അത് ഒഴിവാക്കിയിട്ടില്ല. നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ CA പോയ ഒരു അറിവുണ്ടല്ലോ, കുറച്ച് എന്തെങ്കിലും കേട്ടെ, അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇൻ്റർവ്യൂവിനൊക്കെ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ടൗണിലെ കുറേ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫീസിലൊക്കെ ഞാൻ പോയി, ജോലി കിട്ടുമോ, എന്തെങ്കിലും ജോലി. അക്കൗണ്ടൻ്റ് ഒന്നും ആവാനുള്ള ധൈര്യമില്ല, അറിവില്ല. സോ ഇതൊന്നും നടക്കില്ല വെച്ചു. ആ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്ത് അങ്ങ് ക്രിക്കറ്റ് കളിച്ച് കിട്ടും. പിന്നെ നാട്ടിൻപുറത്ത് പോയി കളിച്ചങ്ങ് നടന്നു. പക്ഷെ ആ ഒരു ഉള്ളിലൊരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ദാറ്റ് സ്പാർക്ക് ഈസ് ഓൾവേസ് ദെയർ, ദാറ്റ് ഐ ഹാവ് ടു ഡു സംതിങ് ഇൻ മൈ ലൈഫ്. സോ അങ്ങനെ ഇരിക്കെ ഒരു ക്ലാസ്സിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചത് ഒരു ക്ലാസ്സിലുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൈൻഡ് ഓഫ് എ ക്ലാസ്. ആ ക്ലാസ്സിൽ ഒരു ചെറിയാൻ വകി സാർ, ആൾ എസ്സിൽ തുടങ്ങുന്ന 10 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് സെൽഫ് ബിലീഫിനെ കുറിച്ചാണ് പറഞ്ഞത്. സെൽഫ് ബിലീഫ്, അതിൻ്റെ ടോട്ടൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഡു എനിത്തിങ് ഇൻ ദ ലൈഫ് ഡു ഇറ്റ് വിത്ത് ബിലീഫ്. വിശ്വാസം ഉണ്ടാവണം. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ആ ക്ലാസ്സിൽ കേട്ടിട്ടില്ല. ഞാൻ അതിൽ തന്നെ സ്റ്റിക്കായിപ്പോയി. കാരണം ഞാൻ ആലോചിച്ചത്, എൻ്റെ ലൈഫിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാരനെന്ന് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് പ്രയത്നിച്ചിരുന്നു, ബട്ട് ഐ നെവർ ബിലീവ്ഡ്. I never believed that I'll be a Indian cricket team player. ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനോട് പ്രവർത്തിച്ചിട്ടുണ്ട്. ബട്ട് വാട്ട് ഈസ് മിസ്സിംഗ്, ബിലീഫ് വാസ് നോട്ട് ദെയർ ഇൻസൈഡ് ദ ഹാർട്ട്. ഇനി രണ്ടാമത് ഞാൻ അത് കഴിഞ്ഞിട്ട് വലിയൊരു സ്റ്റെപ്പ് എടുത്തത് CAക്ക് പോയി എന്നുള്ളതാണ്. അത് എനിക്കറിയാം, അക്കൗണ്ടൻ്റ് ആവാനാണ് പോയത്. ആ പോകുന്നതിലേ എന്തില്ല, വിശ്വാസമില്ല. കറക്റ്റ്, പോകുന്നതിലേ നമ്മൾ വെറുതെ പോവാണ്. സോ ആ സാർ പറഞ്ഞ ഇതാണ്, നിങ്ങൾ വിശ്വാസത്തോടൊരു കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ that you will get it. കുറേ സ്റ്റോറീസും കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അതൊക്കെ എൻ്റെ ഹാർട്ടിൽ ഭയങ്കര സ്റ്റിക്കായി. സോ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചു, ഇനി എന്ത് ചെയ്യും. അന്ന് ഞാനൊരു വലിയൊരു തീരുമാനം എടുത്തു. ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല, ലൈഫിലെ ടേൺ ചെയ്തൊരു തീരുമാനം, ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ക്ലാസ്. ആ ടീച്ചർ ചിലപ്പോൾ ഇപ്പോഴും അറിയുന്നില്ല. അതിനുശേഷം ആ സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പല സ്ഥലത്ത് അന്വേഷിച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കോട്ടയത്ത് നിന്നിട്ട് വന്നൊരു സാറാണ്. സോ ഞാൻ തീരുമാനിച്ചതാണ്, അഗൈൻ ഐ ആം ഗോയിങ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ദിസ് ടൈം നോട്ട് ടു ബി ആൻ അക്കൗണ്ടൻറ്റ് ബട്ട് ആൻ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഭയങ്കര വലിയ തീരുമാനമാണ്. എങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഭയങ്കര പ്രശ്നമാണല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബ്ലൈൻഡ് ആയിരുന്നു, എങ്ങനെയെന്നുള്ളത്. അതെനിക്ക് തോന്നുന്നത് എൻ്റെ ആഗ്രഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാഷനേറ്റ് പേഴ്സണാണ്. സോ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല, അല്ലെങ്കിൽ ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. വി വിൽ ഫിക്സ് ഇറ്റ് ആൻഡ് വിൽ വർക്ക് ഫോർ ഇറ്റ്. അതിൻ്റെ കൂടെ ഇഫ് യു ബിലീവ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്. സോ ഹൗ വൈ അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു, ഞാൻ പോവാണ്. അടുത്ത രണ്ടാമത്തെ എൻ്റെ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലൂടെ ക്ലാസ് കിട്ടുന്നതാണ്. കാരണം ഇനി ചെന്നൈ പോയാൽ ഞാൻ പെടുന്ന എനിക്കറിയാം. ബിക്കോസ് മൈ ലാംഗ്വേജ് ഇസ് ദാറ്റ് മച്ച് പുവർ, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഈ ഒരു കൊല്ലം കളിച്ചാണ്. ആ സമയത്ത് ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു, സൺഡേ മാത്രം. കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സിലാണ് ക്ലാസ് നടത്തുന്നത്. കൊല്ലത്തിലുള്ള ടീമാണ്. അപ്പോൾ ഈ കൊല്ലത്തിലുള്ള ടീം അവിടെ CA തുടർന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ അറിയിച്ചു. സോ എനിക്ക് മനസ്സിലായി അവിടെ എന്തായാലും ഞാൻ ഗോയിങ് ടു ഗെറ്റ്. ഇവരുടെ അവർ ഫസ്റ്റ് ബിഗിനേഴ്സാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു മലയാളത്തിൽ ക്ലാസ് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, 2 കളിച്ച് അങ്ങ് വണ്ടി കയറി.
അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ട് ഒരു വർഷം 10 മാസമാണ് ശരിക്കും CA ഇൻ്റർമീഡിയറ്റിനുള്ളൊരു സമയം. അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി. മലയാളത്തിലാണ് ക്ലാസ്. ആ ആഗ്രഹത്തിൻ്റെ പുറത്തേക്ക് ക്ലാസ്സൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്ത് സ്റ്റക്ക് ചെയ്യാൻ തുടങ്ങി, കുറച്ചൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. എന്നാലും ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു. അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കും, എന്താണ് ബേസിക്സ് അക്കൗണ്ട് പോലും നീ എനിക്ക് അറിയാത്തത്, നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റ് എവിടെ എഴുതാൻ അറിയില്ലേ, ഡിഗ്രി ഹോൾഡർ അല്ലേ, നീ ചാർട്ടേഡ് അക്കൗണ്ടൻസി നീക്കാണ് പഠിക്കുന്നത്. ഇങ്ങനെ കുറേ കുത്തുന്ന സാധനമാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഒലിക്കുന്നത്. ഞാൻ അന്നേരം ആലോചിക്കാറുണ്ട്, പണ്ട് 10ാം ക്ലാസ്സിൽ നിന്ന് എന്നോട് 100 മാർക്ക് കിട്ടില്ല ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് പുല്ല് വിലയായിരുന്നു. കാരണം എന്താ, അന്ന് മൈ ഹോൾ ഡ്രീം വാസ് ടു ബി ക്രിക്കറ്റ് പ്ലെയർ. ഇന്ന് എനിക്ക് പഠിക്കണം, ആ സമയത്ത് ഇങ്ങനെ കുത്തുന്ന സാധനം. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ചിലപ്പോൾ അവരുടെ മുമ്പിലെല്ലാം കോമാളിയായിരുന്നു. കാരണം ഒന്നും അറിയാത്തൊരു മണ്ടൻ ഒരു സൈഡിൽ എന്തൊക്കെയോ ചെയ്യുന്നത്, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫുൾ ബ്ലണ്ടർ. ബട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ ഡിസൈഡ് ചെയ്തു, എന്തായാലും ഞാൻ എന്ത് ചെയ്യും, ഇത് എക്സാം എഴുതിയിട്ട് ഞാൻ തിരിച്ചു വരും. ഫെയിലിയർ എന്നുള്ള കാര്യം അല്ലെങ്കിൽ സക്സസ് എന്നുള്ള കാര്യം ആലോചിച്ചിട്ടില്ല. നെവർ തോട്ട് അബൌട്ട് ദ റിസൾട്ട്സ്. എനിക്ക് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം, എന്ത് പ്രശ്നമായാലും ശരി. അങ്ങനെ കുറേ പരിഹാസവും അതെല്ലാം നേടി അങ്ങോട്ട് ആദ്യത്തെ 2-3 മാസം കേട്ടോ. പിന്നെന്ത് ചെറുങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഗ്ലിംസ് വരാൻ തുടങ്ങി. നമ്മുടെ റിസൾട്ട്സ് എവിടെയൊക്കെയോ ഒരു അനുരണനങ്ങൾ വരാൻ തുടങ്ങി. ലൈക്ക് അവർക്ക് തോന്നി ദിസ് ഈസ് സംതിങ് ലൈക്ക് ക്രേസി. കാരണം ആ രീതിയിലാണ് ഞാൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ മിണ്ടാൻ പറ്റില്ല. എനിക്കറിയാം ഞാൻ BCom എത്രത്തോളം കളിച്ചിട്ടുണ്ട്. ഞാൻ കളിച്ചതിൻ്റെ 100-ലൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് കളിക്കാൻ സമയമില്ല. കാരണം BCom കഴിഞ്ഞ് ഒരു വർഷം ചെന്നൈയിൽ പോയിട്ട് കുറേ സമയം കളഞ്ഞു, പിന്നെ ഒരു വർഷം കളിച്ച് നടന്നു. അപ്പം എന്നെ കമ്പയർ ചെയ്യുമ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ ജൂനിയേഴ്സാണ്. സോ ഞാൻ എന്ത് ചെയ്യില്ല, ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യില്ല, ഐ വിൽ റഷ് ടു ദ ഹോസ്റ്റലിലേക്ക് ഓടിപ്പോവും. പെട്ടെന്ന് ഐ ടേക്ക് എ ബാത്ത്, ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കും, ബുക്സ്. സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെ എൻ്റെ ചാർട്ട് പേപ്പർ ഉണ്ട്, എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങ് തുടങ്ങും. മിക്കവാറും ദിവസം കരഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. കാരണം അന്നത്തെ കുറേ പരിഹാസങ്ങളും അന്നത്തെ കുറേ മനസ്സിലാവാത്ത കാര്യങ്ങളും കണ്ടിട്ട് മെല്ലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഡിറ്റിങ്ങിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടല്ലോ 2 മാസം 3 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് റീഡിങ് റൈറ്റിംഗ് ഡിസ്കഷൻ, ഇതൊക്കെ വിടൂല. ഇതന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ 5-6 ചാപ്റ്റേഴ്സ്, ഞാൻ സ്റ്റിൽ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. കാരണം എന്താ, എനിക്ക് ക്ലിയർ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. എനിക്കത് കിട്ടുന്നില്ല. ഇംഗ്ലീഷ് പ്രശ്നം, ലാംഗ്വേജിൻ്റെ പ്രശ്നം, മനസ്സിലാവാത്ത പ്രശ്നം, ഭയങ്കര കഷ്ടപ്പാട്. പക്ഷേ ഐ കണ്ടിന്യൂഡ് ദ സെയിം ലെവൽ. എന്ത് ചെയ്തു, പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ ഒരു 4-5 മാസം ആകുമ്പോണ്ടല്ലോ ഞാൻ ക്ലാസ്സിലൊരു സ്റ്റാറായി. സ്റ്റാർ ഇൻ ദ സെൻസ് ഭയങ്കര ബുദ്ധിമാനല്ല, പക്ഷെ ആളടുത്ത് ചോദിച്ചാൽ എന്ത് ചെയ്യും, കാര്യം കിട്ടുന്നതാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിയല്ല, ശരിക്കും നമ്മളുടെ വർക്കാണ് നമ്മളുടെ സക്സസ്ഫുൾ ആക്കുന്നത്. അത് ഞാൻ പഠിച്ചതിൽ നിന്നാണ്. അന്ന് ബുദ്ധിനെ കൊണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വാസ് നോ വെയർ ലൈക്ക് കമ്പയറിങ് ടു മൈ ഫ്രണ്ട്സ്. ബട്ട് എഫേർട്ടിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഐ ആം സംവെയർ. ഞാൻ അത്ര എഫേർട്ട് എടുക്കും. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങോട്ടെ, രാത്രി ഞാൻ മെനക്കെട്ട് ഉറങ്ങാൻ കയറില്ല. ഞാൻ 5 മണിക്ക് ക്ലാസ് വിട്ട് 5:30 ബുക്കിലെത്തും. ആ ഒരു ടൈം ഉണ്ടല്ലോ ഏറ്റവും ഷോർട്ടാക്കും. ക്ലാസ് വിട്ടിട്ട് ബുക്സിന് മുമ്പിലേക്ക് എത്തുന്ന ആ സമയം ഉണ്ടല്ലോ, ദാറ്റ് ഗ്യാപ്പ്, അത് ഏറ്റവും കുറവായിരിക്കും. മാക്സിമം ഹാഫ് ആൻ അവർ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മണി വരെയൊക്കെ ഞാൻ പഠിക്കും. അതിൻ്റെ ഇടയ്ക്ക് പ്രെയർ, ഭക്ഷണം, അതിൻ്റെ ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂർ മാക്സിമം. അധികം സംസാരമില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ കുട്ടികൾക്ക് പേടിയായി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടീച്ചർ എന്നോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കൊന്നും ഇതില്ല. അതേപോലെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പഠിപ്പിക്കുന്ന സാറിൻ്റെ കല്യാണം. ഞാൻ പോയിട്ടില്ല വെച്ചാൽ എനിക്കിത് എന്താ, ഒരു ദിവസം ലീവ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും പഠിച്ചു തീർക്കാനൊന്നുമില്ല. അത്രയും എന്താ, അതിനോടൊരു ഒബ്സസ്ഡായി. ഈ ഒബ്സസ്ഡ് ആയപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അക്കൗണ്ടൻസി ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ വെച്ചിട്ടാ ഒരു അക്കൗണ്ടൻസിൻ്റെ ക്ലാസ്, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് നടക്കുന്നത്. അത് നടന്നുകൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലായ ഇൻ ദ സെൻസ്, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പ്രോബ്ലംസൊക്കെ ഫീൽ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാറിന് മനസ്സിലാവില്ല. ഇത് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് ചോദിച്ചാൽ അടുത്ത് ചോദിക്കും, ഇതെന്താക്കണ്ട അതെന്താക്കണം, ഒന്നും. ഞാൻ ആകെ എന്താ പറയുക, ഒരു മെസ്സായി. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം കുറച്ചൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ച് എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല. സോ അന്നൊക്കെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, രാത്രി ഇരിക്കാത്ത ഞാൻ അന്ന് രാത്രി കൂടി ഇരുന്നു. ഏകദേശം 2 മണി 3 മണി വരെ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് ചെയ്തു,
തലങ്ങും വേലങ്ങും പഠിച്ചു, ചെയ്ത പ്രോബ്ലം തന്നെ പല പ്രാവശ്യം വർക്ക് ചെയ്തു, എന്നിട്ട് ഡൗട്ട്സൊക്കെ തീർത്തു, ടെക്സ്റ്റ് ബുക്ക് നോക്കി, ഫ്രണ്ട്സിനോട് ചോദിച്ചു, കംപ്ലീറ്റ് ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിന് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മെരുക്കിയെടുത്ത സാധനത്തിനെ. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോയപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് പോർഷനാണ്, ഇന്നലെ പഠിപ്പിച്ചതിൻ്റെ അഡ്വാൻസ്ഡ് പോർഷനാണ്. വാട്ട് ഹാപ്പൻസ് യു നോ, സാറ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നു, ഞാൻ സംഭവം ടപ്പ് തീർത്തു. ബാക്കി എല്ലാ കുട്ടികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സാർ എൻ്റെ എന്തൊക്കെ ഇന്നത്തെ പോലെ തന്നെ ചെയ്ത്, സാർ ഞാൻ ചെയ്തിട്ടുണ്ട്, യു പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇന്നലെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധനം എനിക്ക് കിട്ടി, ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ഇറ്റ്സ് വെരി സിമ്പിൾ, ഒരു കിട്ടി, ആ സാധനം കിട്ടി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അത് ഞാൻ യൂസ് ചെയ്തു, ടപ്പ് എന്നിട്ട് സാധനം തീർത്തു. സാർ നോക്കിയാൽ ഉഷാറാണല്ലോ എന്നുള്ളത് ഒരു അഭിനയിച്ചു. രണ്ടാമത്തെ പ്രോബ്ലം തന്നു ഇതേപോലെ, മൂന്നാമത്തെ പ്രോബ്ലം തന്നു ടപ്പ് തീർത്തു. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് മൊത്തത്തിൽ കുറേ ഡൗട്ട്സ് വരാൻ തുടങ്ങി. സാറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോയി. ഞാനങ്ങ് വെറുതെ ആയിരിക്കുന്നു. ഞാൻ വെറുതെ ചോദിച്ചു, സാറേ ഞാൻ ഡൗട്ട്സ് തീർക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ബെഡായി ആയിരിക്കും, അല്ലെ ബ്ലണ്ടറായിരിക്കും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ഓവർ എ നൈറ്റ്. ഇത് ഈ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ടല്ല, ഓവർ എ സിംഗിൾ നൈറ്റ്. ഞാൻ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ സാധനം കിട്ടിയപ്പോണ്ടല്ലോ, എന്നിട്ട് യു ഡോണ്ട് ബിലീവ് ദാറ്റ് ആ ഒരു റോൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഞാൻ തീർത്തെടുക്കും. ഇന്നലെ എന്തായിരുന്നു, ഇന്നലെ ഐ വാസ് നോ വെയർ, എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ രാത്രി നമ്മൾ മെനക്കെട്ട്, ആ ഒറ്റ രാത്രി മാത്രമല്ല, ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് ഒരു എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല, ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്, അത് കിട്ടി. അത് കിട്ടിയപ്പോൾ എല്ലാം ഈസിയായി, എവറിത്തിങ് ഈസ് ഈസി. അന്ന് എന്ത് ചെയ്തു, നല്ല വൃത്തിയിൽ ഭയങ്കര സന്തോഷത്തിലാണ് ക്ലാസ് ചെയ്തത്. ഇതേപോലെ തന്നെ ഒരു സംഭവം ഇൻ്റർമീഡിയറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 3-4 മാസം ടാക്സേഷൻ്റെ ക്ലാസ് ഒരു സാർ എടുത്തു. ആൾക്ക് പിന്നെ ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ട് എന്ത് ചെയ്തു, ആ സാർ പോയി. ആ സാറ് പോയപ്പോൾ പിന്നെ ടാക്സ് പഠിപ്പിക്കാൻ ആളില്ല. എല്ലാവർക്കും എക്സാം അടുത്തടുത്ത് വരുന്നുണ്ട്, ടാക്സ് പഠിപ്പിക്കാൻ ആളില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബികോമിന് എനിക്ക് കുറച്ചൊരു ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു ടാക്സ്, ബിക്കോസ് ഓഫ് ദാറ്റ് ടീച്ചർ. അപ്പം അത് മാത്രമല്ല, ഈ ഇൻ്റർമീഡിയറ്റ് തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരു മോഡലാണല്ലോ. അതുകൊണ്ട് അതുവരെ പഠിപ്പിച്ച സാധനങ്ങൾ ഞാൻ നല്ല വൃത്തിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെന്നൈയിൽ പോയ സമയത്തും ഹിയർ ആൻഡ് ദെയർ എന്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ക്ലാസ്സിലുള്ള ഒരു സീനിയറാണ്, ബുദ്ധി കുറവാണെങ്കിൽ സീനിയറാണ്. അപ്പോൾ എൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ സാറിനോട് പോയി ചോദിച്ചു, അവിടുത്തെ ഡയറക്ടറിനോട് പോയി ചോദിച്ചു, ടാക്സിൻ്റെ ക്ലാസ് എടുക്കട്ടെ. ആളെന്നെ ചീത്ത പറഞ്ഞു, എനിക്കെങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുക, നിൻ്റെ ലെവൽ നിനക്കറിയില്ലേ, വേർ യു, ഇമ്പ്രൂവ്മെൻറ്റിലൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഒരു ക്ലാസ് എടുക്കാനുള്ള എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിട്ടിട്ടില്ല, ഞാൻ തിരിച്ചു പോയി. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോയി. എന്ത് ഇങ്ങനെ അതെങ്കിലും ഓൾറെഡി പഠിപ്പിച്ച സാറിന് ഞാൻ റിവിഷൻ കൊടുത്തോട്ട് ചോദിച്ചു. എനിക്കെന്താ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാലല്ലോ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ട് ടാക്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഫാക്കൾട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കാണ്ടിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഫർദർ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പഠിക്കാനുള്ള കഴിവ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതറിയോ, മുമ്പത്തെ വായനാശീലം. ഇത് ചെറുപ്പത്തിലെ പത്രം വായന, സ്പോർട്സ്, നോവൽ, അതുണ്ടല്ല, ആ സാധനം കിട്ടണം. ഞാനൊരു വായനക്കാരനാണ്. എനിക്ക് ക്ലാസ്സിൽ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ മതി എനിക്ക്. ഐ വിൽ റീഡ് ആൻഡ് ഐ വിൽ ഗെറ്റ് ഇറ്റ്. സോ ഈ രീതിയിൽ ഞാൻ ടാക്സ് ഒക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാർ ഇക്കാര്യത്തിൽ സമ്മതിച്ചു, ഓക്കെ നീ റിവിഷൻ ക്ലാസ് എടുത്തോ. ഞാൻ പോയിട്ട് റിവിഷൻ ക്ലാസ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആലോചിച്ചൊക്കെ സ്വന്തം ഞാൻ പഠിക്കുന്ന അതേ ക്ലാസ്സിന് ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് എടുത്തു. സോ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ടീച്ചിങ് കരിയറിലേക്ക് എനിക്കെന്തോ ഉണ്ടെന്നുള്ള എനിക്കൊന്നും മനസ്സിലായത്. പക്ഷേ എന്നിട്ടും ഞാൻ ആ റിവിഷൻ ക്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പുതിയ ടോപ്പിക്കൊന്നും എനിക്ക് എടുക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്കൊന്നും ഇതൊരു ടീച്ചർ വന്നു. ബട്ട് ആ പുതിയ ടീച്ചറുമായിട്ട് ഞാൻ നല്ല സിങ്കായി, അടിപൊളിയായിട്ട് പഠിച്ചു. ഇൻ്റർമീഡിയറ്റിലെ ഏറ്റവും ബെസ്റ്റ് മാർക്ക് ഒന്നും എനിക്ക് ടാക്സിൽ, സം 70+ മാർക്സ്. സത്യത്തിൽ ടാക്സിൽ എല്ലാവർക്കും ടഫ് എന്നുള്ള കരുതുന്ന ഒരു പേപ്പർ, പക്ഷേ ഐ ഓൾവേസ് എൻജോയ്ഡ് ഇറ്റ്. സോ സത്യം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 10 മാസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമിന് ഏകദേശം 1 മാസം മുമ്പ് എൻ്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പഠിക്കാനില്ല. യു വോണ്ട് ബിലീവ്, എനിക്കൊന്നും പഠിക്കാനില്ല. കാരണം എന്തെല്ലാം പഠിച്ചു. ഇടയ്ക്കിടയ്ക്ക് സാറ് വന്നിട്ട് എന്നെ ചെയ്തു, ഇന്നെന്താ പഠിക്കാത്തത്? ഞാൻ നല്ല കഴിഞ്ഞു സാർ, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒരു കാര്യം എല്ലാവരും എന്ത് ചെയ്യും, പഠിപ്പിക്കുക. കിട്ടിയ ഗോൾഡൻ ചാൻസ് തന്നെ, എക്സാമിന് തൊട്ട് മുമ്പ് പഠിപ്പിക്കുക. പഠിപ്പിച്ചു കഴിഞ്ഞാലല്ലോ യു വോണ്ട് ഫൊർഗെറ്റ് ഇറ്റ് ദെൻ. സോ ഞാൻ എന്ത് ചോദിച്ചാൽ കുറേ കുട്ടികളെ ഫോർമലി ക്ലാസ് എടുത്ത് പഠിപ്പിക്കലല്ല, ഡൗട്ട്സ് ചോദിക്കാൻ പറയും, ഡൗട്ട്സ് ക്ലിയർ തരും. ഇതെന്നെ പണി. ലാസ്റ്റത്തെ 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ എക്സാംസ് നടത്തുക. ഈ ക്ലാസ്സിൽ നടക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം ആദ്യം നടന്നിരുന്നു, പിന്നെ എക്സാം നടന്നിട്ടില്ല. എക്സാം നടക്കാത്തപ്പോൾ ഞാൻ സാറിനോട് പോയിട്ട് പറഞ്ഞത്, സാർ ഞാൻ എക്സാം നടത്താം, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം, ഞാൻ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്തോളാം, എവറിത്തിങ് ഐ വിൽ ഡു. ഇതൊക്കെ ചെയ്തപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ പഠിക്കുന്ന ആൾക്ക് കിട്ടുന്നതല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയത് ഒരു അഡീഷൻ കിട്ടി.
എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്? ഒന്ന് ക്ലാസ് നല്ല വൃത്തിയിലിരുന്നു, നന്നായിട്ട് പഠിച്ചു, പഠിപ്പിക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ പഠിപ്പിച്ചു, എക്സാം കണ്ടക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്തു, ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്തു. ആൻസർ ഷീറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സാധനമാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു 100 മോഡൽ, എത്ര ആൻസർ ഉണ്ടോ ഷീറ്റുണ്ട് അത്രയും മോഡൽ ഓഫ് പ്രസൻറ്റേഷൻ നമുക്ക് കിട്ടും. സോ ഇതൊക്കെ പഠിച്ചു. എക്സാമിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി എന്ത് ചെയ്തത്, മൊത്തം റിവിഷനും ഡൗട്ട്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. സത്യം പറഞ്ഞാൽ അന്ന് എക്സാമിന് പോകുമ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു അറിയോ? എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഞാൻ തുടങ്ങിയത് എവിടുന്നായിരുന്നു? 0, നീസും വാസും അറിയാത്ത ഞാൻ, ഡെബിറ്റും ക്രെഡിറ്റും അറിയാത്ത ഞാൻ, ക്ലാസ്സിൽ ഇരുന്നിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എനിക്കറിയാതെ ചെയ്തിട്ട് ഞാൻ അന്ന് എക്സാമിലേക്ക് പോകുമ്പോൾ എൻ്റെ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാത്ത എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിക്കാൻ പോകുന്നുള്ള ആ കോൺഫിഡൻസ്. അത് മിയർ കോൺഫിഡൻസ് അല്ല, ഇറ്റ് വാസ് ദ കോൺഫിഡൻസ് ഫ്രം ദ വർക്ക് ബിഹൈൻഡ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ എല്ലാ എക്സാമിനും 100 മാർക്കിന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എനിക്കറിയാത്ത ഒരു സാധനമില്ല. ആകെ ഈ 6 എക്സാം വന്നു, 6 പേപ്പറാണ് ഉള്ളത്. 6 പേപ്പറിൽ IT ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം എനിക്കറിയില്ല. IT വന്ന 5 മാർക്കിൻ്റെ സാധനം 595 മാർക്കും എനിക്കറിയുന്ന സാധനം. അതിന് ആ രീതിയിൽ എഴുതി ചെയ്തു. കാരണം ഞാൻ ഒരുപാട് എഴുതി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ ഷീറ്റ് ഇങ്ങനെ ഫില്ലാക്കൽ എൻ്റെ പണി. പുതിയ പേപ്പർ വാങ്ങിക്കും, എഴുതും പ്രോബ്ലംസ് എവറിത്തിങ്. സോ മൊത്തം അങ്ങ് കൊടുത്തപ്പോൾ എൻ്റെ മാർക്ക് നോക്കണം. 210 മാർക്ക് 10ാം ക്ലാസ്സിൽ, 242, 49% ഇൻ ഹ്യൂമാനിറ്റീസ്, 41-42% ഇൻ BCom. അവിടെയൊക്കെ എനിക്ക് കുറവായിരുന്നു. ബട്ട് വെൻ കംസ് ടു CA ഇന്റർമീഡിയറ്റ്, ക്ലോസ് ടു 60%. ക്ലോസ് ടു 60% മാർക്ക്. ക്ലോസ് ടു 60% ആയിട്ടില്ല, എനിക്കൊന്ന് അന്ന് 62% ഒക്കെ കണ്ടെന്ന് നാഷണൽ റാങ്ക് ഒക്കെ വന്നത്, 50th റാങ്ക് ഒക്കെ വന്നത്. ഒരു നാഷണൽ റാങ്കിൻ്റെ നിയർ ബൈ ഒരു 5-6% എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ റാങ്ക് ആ റാങ്കിൽ. എനിക്ക് സത്യം അത്ഭുതം തോന്നി. കാരണം CA എക്സാം ഏറ്റവും ടഫ് എക്സാം എന്നൊക്കെ ആൾക്കാർ പറയുന്നത്, അതിൽ എനിക്ക് ഇത്ര മാർക്ക്. ഞാൻ ആകെ പഠിച്ചത് ഒരു മാർക്കില്ല. അപ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ഈസ് മോർ ടഫ് ദാൻ എനി കോഴ്സ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹ്യൂമൻ ബീയിങ് CA അല്ല, ഇറ്റ്സ് ഹ്യൂമൻ ബീയിങ്, ഇറ്റ്സ് ടഫ്. അത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ 1-ന് 10 തിരിച്ചെത്തുന്നത്. എനിക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഞാനിപ്പോൾ പണ്ടേ വായിക്കുന്ന ഒരു സാധനമായിരുന്നു, പരിശ്രമിക്കാത്തവന് ആഗ്രഹിക്കാൻ അവകാശമില്ല. ആർക്ക്? പരിശ്രമിക്കാത്തവന് ആഗ്രഹിക്കാനേ അവകാശമില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, ഇടിച്ചിടിച്ച് നിൽക്കുക, പിടിച്ച് കയറുന്ന പറഞ്ഞത്. ഐ ബിലീവ് ഇൻ ദാറ്റ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് ലൈനിൽ ഇങ്ങനെ അറ്റാക്കിംഗ് മൂഡിലുണ്ടാവുക. സോ ദാറ്റ് ഡേ ബൈ ഡേ വി വിൽ ഗെറ്റ് ദ ഇംപ്രൂവ്മെൻറ്റ്, സ്മോൾ ഇംപ്രൂവ്മെൻറ്റ് കിട്ടും. സോ ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നോട്ട് ദ കോഴ്സ് ബട്ട് ദ ഹ്യൂമൻ ബീങ്സ് ആർ മോർ ടഫ്. നോട്ട് ദ ഇൻ്റലിജൻസ് ബട്ട് ദ എഫേർട്ട് മേക്സ് യു സക്സസ്ഫുൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഈ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ വന്ന ഒരു പഠിക്കാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ആ ഒരു വർഷം മാത്രം ഞാൻ പഠിച്ചപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് ട്രമെൻഡസ് ചേഞ്ച്. പിന്നെ ഞാനായിരുന്നറിയാം ബുജിയായി. എല്ലാവരും കളകൾ എന്താ വലിയ ബുദ്ധിമാൻ. സത്യത്തിൽ എനിക്കറിയാം എൻ്റെ അവസ്ഥ ഇതെവിടെയാണ് എന്താണെന്നുള്ളത്. എനിവേ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ സാർ എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാലി നീ ഇത്രയൊക്കെ വർക്ക് ചെയ്തില്ല, എനിക്ക് നിൻ്റെ വർക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ സ്റ്റേജ് എല്ലാം അറിയുന്നതാണ്, അഥവാ ഈ എക്സാം തോറ്റിട്ട് നീ എന്ത് ചെയ്യും? സത്യം നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് 100% സബ്മിറ്റ് ചെയ്തു, വർക്ക് ചെയ്തു, ബിലീവ് ചെയ്തു, ഡെലിവർ ചെയ്തു, എവറിത്തിങ് ഡൺ. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണ്, വാട്ട് ഇഫ് യു ഫെയിൽ? സത്യം പറഞ്ഞാൽ വിത്തൗട്ട് എ മൊമെന്റ് ഓഫ് ഹെസിറ്റേഷൻ, ആലോചിച്ചിട്ട് പോലില്ല, ഐ വിൽ ഗോ ഫോർ സെക്കൻഡ്. രണ്ടാമത്തെ എക്സാം ആയിരുന്നു. കാരണം അന്ന് എനിക്ക് അതല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. ദർ ഇസ് നോ സെക്കൻഡ് ഓപ്ഷൻ. തോറ്റിട്ടുണ്ടാവുന്നില്ല ഇത്, കാരണം ഇത് ലീവ് ചെയ്യാന്നുള്ള പരിപാടി. പക്ഷേ അൽഹംദുലില്ലാഹ് ഇറ്റ്സ് എ ബിഗ് സക്സസ്. അത് സത്യം പറഞ്ഞൊരു എനർജി ആയിരുന്നു, നമ്മൾ ഫ്ലൈ ചെയ്യാനുള്ള എനർജി ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ മുമ്പിൽ ഒരു ഓഫർ വെച്ചു. റിസൾട്ട് വന്നു, അല്ല റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ ഓഫർ കേട്ടോ. അവർക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാർക്കറ്റ് ചെയ്യണം, സെമിനാർ എടുക്കാൻ പറ്റുമോ? ഇതാണ് ഞാൻ ഏറ്റെടുത്തു. കാരണം ഞാൻ ആ എനർജിയിലുള്ളത്. ഞാൻ ഒരു ഡിഫറെൻറ്റ്, അന്ന് വരെ എനിക്കൊരു പബ്ലിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു, വേർക്കും. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തു, അങ്ങനെ കുറച്ച് ഇൻട്രാക്ട് ചെയ്തില്ല. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയറൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് എടുത്തു. അപ്പം മലപ്പുറം, കണ്ണൂർ
മലപ്പുറം, കണ്ണൂർ, യെസ്. ഈ ഒരു 2 ജില്ല. ജില്ല അരിച്ച് പെറുക്കി ഏകദേശം 1.5 മാസമാണ് ഈ സെമിനാർ റിസൾട്ട് വരാനുള്ള സമയം. +2 സ്കൂളിൽ കയറും, സെമിനാർ എടുക്കും, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ ആക്കി കൊടുക്കും. ഇതന്നെ പണി. പല സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യും, അന്നൊക്കെ വളരെ ഈസിയാണ്, വേഗം പോയി സെമിനാർ വരും. അത് മാത്രമല്ല ഞാൻ ആ എനർജിയിലുള്ളത്. ഓക്കെ, അങ്ങനെ ആ സമയത്ത് ഒരുപാട് സെമിനാർ എടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ആ ഒരു സെമിനാർ എടുത്തതും എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കി. പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എന്നത് ആ സെമിനാറാണ്. കാരണം ഡിഫറെൻറ്റ് സ്കൂൾസിലെ പ്രിൻസിപ്പാളോട് സംസാരിച്ചു, ക്ലാസ്സിൽ കയറി കുട്ടികളോട് സംസാരിച്ചു. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അതേപോലെ വിഴുങ്ങുന്ന കുട്ടികളൊന്നുമല്ല, കേൾക്കാത്ത കുട്ടികളാണ്. പക്ഷെ അവിടെയൊക്കെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും സ്റ്റോറീസ് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്തു, നല്ല നല്ല കണക്ട് ചെയ്തു. അങ്ങനെ നല്ലൊരു സെമിനാർ ആ സമയത്തെടുത്തു. അങ്ങനെ റിസൾട്ട് വന്നു, ഇന്റർമീഡിയറ്റ് റിസൾട്ട് വന്നു, ജയിച്ചു, നല്ല മാർക്ക് ജയിച്ചു. ചെന്നൈയിലേക്ക് 2ാമത് കയറി. ഇപ്രാവശ്യം ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല, അന്ന് പണ്ട് പോയതല്ല. പണ്ട് ഇറ്റ് വാസ് ഓൾ സോറോസ്, കഷ്ടപ്പാട് മാത്രമാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പുറത്തും വരെ കഷ്ടപ്പാട്, ശരീരത്തിൻ്റെ ഉള്ളിലും കഷ്ടപ്പാട്, ചിന്തയും പ്രവൃത്തിയും എല്ലാം കഷ്ടപ്പാടായിരുന്നു പണ്ട്. പക്ഷെ 2ാമത്തെ ചെന്നൈ പോക്കെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു മനുഷ്യനായിട്ടുള്ള ചെന്നൈ പോക്കാം. ഇന്റേൺഷിപ്പിനാണ് പോകുന്നത്. 2ാമത്തെ ഇന്റേൺഷിപ്പിനാണ് ചെന്നൈയിൽ ആർട്ടിക്ഷിപ്പിന് പോയി. ആർട്ടിക്കിൾഷിപ്പിൽ പോയിട്ട് ഒരു നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അവിടെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് എനിക്ക് പഠനമായിരുന്നു ലക്ഷ്യം, വർക്ക് ചെയ്യൽ അത്ര ഒരു പക്ഷെ അന്ന് നന്നായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. ഞാൻ ഇന്റർമീഡിയറ്റ് ഇന്റേൺഷിപ്പിൽ ആർട്ടിക്കിൾഷിപ്പിനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഒരു മടിയായിരുന്നു. എനിക്ക് ഫൈനൽ വേഗം പഠിക്കണം എന്നുള്ള ചിന്തയാണ്. മറിച്ച് ഈ വർക്കിൽ ഞാൻ ഭയങ്കര ഉഷാറാണെന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. അതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. എനിവേ എന്ത് ചെയ്തു, ആർട്ടിക്കിൾഷിപ്പ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ ആ സമയത്ത് തന്നെ, ഈ ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് തന്നെ ചെന്നൈയിൽ കുറച്ച് ക്ലാസ്സിനൊക്കെ പോയിരുന്നു. അതും പണ്ടത്തെ അവസ്ഥ തന്നെയാണ്. ഇംഗ്ലീഷ് കേട്ടുകൊണ്ട് കുറേ ഒന്നും മനസ്സിലാവില്ല ഒന്ന്. പിന്നെ രാവിലെയാണ് ക്ലാസ് ഉണ്ടാവുക, കുറേ ഉറങ്ങിപ്പോവും. അപ്പം ക്ലാസ് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ മതി. ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ടീച്ചറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യും, ഞാനങ്ങ് മഗപ്പ് ചെയ്യും. മഗപ്പല്ല, അതൊന്ന് വായിച്ചിട്ട് അതിനെന്ത് ചെയ്യും, മനസ്സിലാക്കി എടുക്കും. ഇവൻ മാത്സിലേക്ക് 0 ആയിരുന്നു. നമ്മുടെ CA ഫൈനലിൽ QT എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഈ QT എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് മാത്സ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ഈസ് യുനോ. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഈ ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ എന്നെ മുമ്പ് പഠിപ്പിച്ച് ഞാൻ പറഞ്ഞില്ല, കുട്ടിയമ്മ ടീച്ചർ 100 മാർക്കരെ കിട്ടുക അല്ലേ, ആ ടീച്ചറുടെ തോന്നിട്ടായിരുന്നു. ആ ടീച്ചർ മാത്സിൽ ഭയങ്കര പുലിയായിരുന്നു. ടീച്ചർക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട് ടീച്ചറോട് ചോദിച്ചു. ടീച്ചർക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ, ഞാൻ CA ഫൈനലൊക്കെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ ഇതൊക്കെ ആക്കി. എന്നിട്ട് ടീച്ചറുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുണ്ട്, ഇതെനിക്ക് പഠിപ്പിച്ചെത്തൂല സാലി, ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. കാരണം ഒരു പ്യുവർ മാത്സ് എന്നല്ല, QT ആണ്. അപ്പം എനിക്കൊന്നും ഒന്നും വഴിയില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കി. സത്യത്തിൽ അതൊന്നും ആർക്കും ബിലീവ് ചെയ്യാൻ കഴിയില്ല. ഒരു മാത്സിൻ്റെ ടോപ്പിക്ക് ടെക്സ്റ്റ് ബുക്ക് തിയറി വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കും. തിയറി വായിക്കും, അപ്ലൈ ചെയ്യും, തിയറി വായിക്കും, അപ്ലൈ ചെയ്യും. ആ രീതിയിൽ എന്തെങ്കിലും ഫൈനൽ പഠനം തുടങ്ങി. ഈ ഫൈനൽ പഠിക്കുന്ന സമയത്ത് യെസ്, ആദ്യം ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ചെറുപുഴയിലേക്ക് പോയി. ഞാൻ പണ്ട് എൻ്റെ സ്കൂളിൽ +2 ഉണ്ടായിട്ടില്ലേ, അവിടെ നമുക്കൊരു കടൻ്റെ മുകളിൽ 2 റൂമുകളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. കാരണം എനിക്ക് എപ്പോഴും കൂട്ടത്തിലിരുന്ന് പഠിക്കുമ്പോഴാണ് ഇഷ്ടം. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ പഠിക്കില്ല. ഒറ്റയ്ക്ക് ഞാൻ കുറച്ചേ പഠിക്കും, വേഗം ഉറങ്ങിപ്പോവും. അപ്പോൾ എനിക്ക് എപ്പോഴും ആൾക്കാരാണ്. ഇൻ്റർമീഡിയറ്റിന് അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു, ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, എവിടെയും കിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ ആൾക്കാരെ ഫ്രീ സ്റ്റേ കൊടുത്തു, ഭക്ഷണം അടുത്ത വീട്ടിലേൽപ്പിച്ചു, അത് നമ്മൾ ഷെയർ ചെയ്തു. അങ്ങനെ 4 മാസം നന്നായിട്ട് പഠിച്ചു. CA ഫൈനൽ അടിപൊളിയായിട്ട് പഠിച്ചു. പോയിട്ട് എക്സാം എഴുതി വിചാരിച്ച ഒന്നും കിട്ടിയിട്ടില്ല, ഫെയിലായി. ഒരു പേപ്പറിൽ എക്സംഷൻ കിട്ടി. ദാറ്റ് വാസ് ബ്രേക്ക് ത്രൂ. അപ്പോൾ 2ാമത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ ഒരു ഹോസ്റ്റലിലേക്ക് പോയതുണ്ട്. അവിടെ കുറച്ച് 100 ആൾക്കാരുണ്ട്. ഏകദേശം നമ്മൾ ചെന്നൈയിൽ പഠിപ്പിച്ച അതേ ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറാണ്. അവിടെ അവിടെ ഞാൻ 2ാമത്തെ CA ഫൈനലിൻ്റെ CA ഫൈനലിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറേ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഡിസ്റ്റർബായി തുടങ്ങി. ഞാനും പഠിക്കാൻ വന്നതല്ല, ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഞാൻ അറ്റസ്റ്റ് വെച്ചിട്ട് തരാം, നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം അവരെന്ത് ചെയ്തു, ഒരു 4-5 കുട്ടികളുണ്ട്, എല്ലാവരും ഡൗട്ട്സ് കംപ്ലീറ്റ് എഴുതി. ഞാൻ നോക്കിയപ്പോൾ എല്ലാം വരുന്നത് മെയിനായിട്ട് 2-3 ചാപ്റ്റർ, അതും ടാക്സ്. ഞാൻ ഒരു ദിവസം ഫിക്സ് ചെയ്തു, നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ഗെയിന്, അതേപോലെ ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഇതിൻ്റെ 2 ചാപ്റ്റർ എന്നാണ് ഈ കോഴ്സിൻ്റെ 90% ഓഫ് ദ ക്വസ്റ്റ്യൻ കംസ്.
ഇത് നല്ല കൃത്യമായിട്ടൊരു ക്ലാസ് എടുത്തു. ഒരു 3 മണിക്കൂറിൻ്റെ ക്ലാസ്. നല്ല ഒരു നമ്മളെ റാപ്പിഡ് ചെക്കില്ലേ, റാപ്പിഡ് ചെസ് സ്പീഡിലെടുക്കുന്നത് ആ ടൈപ്പ് ക്ലാസ്. ലാഗിങ് ആവുന്നില്ല. 3 മണിക്കൂറിൻ്റെ ടപ്പ് നട്ടത് കൃത്യമായിട്ട് സാധനം ഡെലിവറി ചെയ്തില്ല. ഡെവോറോൾ ഇൻ ദ വണ്ടർലാൻഡ് ഇതായിരുന്നു സംഭവം എന്നുള്ള രീതിയിൽ. സോ എഗെയിൻ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്ത് ഐ ഹാവ് ദാറ്റ് കപ്പാസിറ്റി, ഇത് പഠിപ്പിക്കാനുള്ളൊരു സാധനം ഉണ്ടെന്നുള്ള എന്ത് ചെയ്തു മനസ്സിലായി. സോ എൻ്റെ കൂടെ ഫൈനൽ പഠിക്കുന്ന ഒരാളും കൂടി കണ്ട് ബാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഓൾറെഡി എന്ത് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ചെറിയ രീതിയിലൊരു പാരലൽ കോളേജ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ CA ഫൈനൽ 2ാമത്തെ അറ്റംപ്റ്റ് എക്സാം എഴുതി. എക്സാം എഴുതി എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആളുടെ ഇന്ന് കോൾ വന്നു, എന്ത് ക്ലാസ് എടുക്കാൻ താല്പര്യമായിട്ട് വന്നു. കയറി ക്ലാസ് എടുക്കാൻ പോയി. ഭയങ്കര രസമായിരുന്നു ക്ലാസ്. ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7:30 ക്ലാസ് തുടങ്ങും. 7:30 തിരൂരിൽ ക്ലാസ് തുടങ്ങും. തിരൂരിലൊരു ഗൈഡ് എന്ന് പറഞ്ഞൊരു ഒരു പാരലൽ കോളേജാണ്. അവിടെ ഒരു CA ക്ലാസ് നടത്തുന്നുണ്ട്. അവിടെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ തളിപ്പറമ്പ് വേണ്ടി വരും. തളിപ്പറമ്പിൽ നിന്ന് 5 മണിക്കത്തെ എക്സിക്യൂട്ടീവ് കയറി കഴിഞ്ഞാൽ കറക്റ്റ് 7:15 തിരൂരെത്തും. ഏതൊരു ക്ലാസ് 3-4 മണിക്കാട്ടൊക്കെ എണീക്കണം തളിപ്പറമ്പ്. അങ്ങനെ യാത്ര ചെയ്തു. ക്ലാസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് 7:30 to 6 വരെയൊക്കെ ക്ലാസ് എടുക്കും. ഫുൾ ഡേ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും, ചിരി ഉണ്ടാവും, ഫണ്ണുണ്ടാവും, ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി മാത്രം. ദാറ്റ് വാസ് ദ എനർജി. എന്താണ്, ഫൈനൽ എക്സാം വരെ ഇങ്ങനെ കാത്തിക്കുന്ന സമയമല്ലേ, നമ്മളിങ്ങനെ ഫുൾ എനർജിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതായിരുന്നു എന്ത് ടീച്ചിങ് കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു. പക്ഷേ ആ പഠിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ മോശമായിരുന്നു. കാരണം ഒരു പാരലൽ കോളേജിലെ അറ്റ്മോസ്ഫിയറാണ്. എനിക്കറിയാം ഒരു CA ഇൻ്റർമീഡിയറ്റ് പഠിക്കണമെങ്കിൽ ഏത് അറ്റ്മോസ്ഫിയർ ആണെന്നുള്ളത്. കാരണം നമ്മൾ പഠിച്ചത് എവിടെയാണ്, ഒരു എക്സ്ക്ലൂസീവ് CA ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ശരിക്കും പഠിക്കേണ്ടത്. അവിടെയാണ് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക. കാരണം ഒരു പാരലൽ കോളേജിൽ ഒരിക്കലും അവിടെ വരുന്ന കുട്ടികളൊന്നും ഒരു പഠിക്കുന്ന മൂഡിലായിരിക്കും ഉണ്ടാവുക, അവരൊരു കളി മൂഡിലായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയർ നല്ലല്ലായിരുന്നു. എനിവേ ബട്ട് നന്നായിട്ട് ക്ലാസ് എടുത്തു. എനിക്ക് തോന്നുന്നൊരു 3-4 ബാച്ച് ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ CA ഫൈനലിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ 2ാമത്തെ അറ്റംപ്റ്റ് ഉറപ്പിച്ചത് എന്തായാലും കിട്ടുന്നില്ല, ഉറപ്പിച്ചതാണ്. പക്ഷേ ആ സമയം എനിക്ക് ഒരു ഗ്രൂപ്പേ കിട്ടിയിട്ടുള്ളൂ. 1ാമത്തെ എക്സാമിൽ ഒരു എക്സാംഷൻ കിട്ടി, 2ാമത്തെ എക്സാമിന് ഒരു ഗ്രൂപ്പ് കിട്ടി. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ 36 മാർക്ക്, 40 മാർക്ക് കിട്ടും, 4 മാർക്ക് കുറവ്. അതുകൊണ്ട് ആ ഗ്രൂപ്പ് യെസ്. സത്യം പറഞ്ഞാൽ ഒരു ക്ഷമ. അന്ന് എന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ കാര്യമായിരുന്നു. എനിക്കൊരു ഗ്രൂപ്പ് കിട്ടിയത് ഒരു സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ഗ്രൂപ്പ് കിട്ടിയത് വലിയ അച്ചീവ്മെൻ്റ് ആണ് ആക്ച്വലി. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് നോട്ട്. കാരണം ഞാൻ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം. പിന്നെ 3rd അറ്റംപ്റ്റ് പോയ വഴിയുള്ളൂ, വേറെ വഴിയില്ല. എനിക്കതങ്ങ് മടുത്തോടി. 2 അറ്റംപ്റ്റെല്ലാം ഒത്തിരി പഠിച്ചു. 3ാമത്തെ അറ്റംപ്റ്റ് ഞാൻ തരുന്നറിയാം ബോറടിച്ചിട്ട്. നമ്മൾ സാധാരണ പഠിക്കാൻ തുടങ്ങുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നാണല്ലോ. അപ്പോൾ ആദ്യത്തെ 2-3 ചാപ്റ്ററൊക്കെ നമുക്ക് സെറ്റായിരിക്കും. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക, ലാഗ് ചെയ്യുക നമുക്ക് കിട്ടുക. ഇപ്പം ഞാൻ 3ാമത്തെ അറ്റംപ്റ്റിൽ എന്ത് ചെയ്തു, ഒരു ട്രിക്ക് എടുത്തു, ബാക്കിൽ നിന്ന് പഠിച്ചു. ഞാൻ ബോറടി മാറ്റാൻ പോയി. ബാക്കിലത്തെ ചാപ്റ്റർ ഭയങ്കര സെറ്റാക്കി. അതിലൂടെ എനിക്കൊരു റൂളും കിട്ടിയിട്ടുണ്ട്, ഞാൻ എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അന്നത്തെ എക്സാമിൽ എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ CA എക്സാമിൽ എപ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഉണ്ടാവും. ഒന്നെങ്കിലും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക. ഒരു മെയിൻ ടോപ്പിക് ഉണ്ടാവില്ല, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, വേറെ ഏരിയ ചോദിക്കും. സത്യത്തിൽ ആ അറ്റംപ്റ്റിൽ ലോ എന്ന് പറഞ്ഞ പേപ്പർ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ലോയിൽ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അതിലെല്ലാം 70 മാർക്ക് ഉറപ്പാണ്. ഒന്നും വന്നിട്ടില്ല. ഇവരെന്ത് ചെയ്തു, ഈ എക്സ്റ്റൻഡ് ടോപ്പിക്കില്ലേ, ആൾക്കാർ ശ്രദ്ധിക്കാത്ത ടോപ്പിക്ക്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഗുണമുണ്ട്, അതിൽ ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയില്ല. ഈ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കും, കാരണം അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരും പറയില്ല, അവിടെ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരും. സോ ഞാൻ അന്ന് പഠിച്ചത് ബാക്ക് നിന്നായതുകൊണ്ട് ഇതൊക്കെ എനിക്ക് എന്താണ് ഈസിയാണ്. ആനന്ന് ലോ കയറിയെന്ന് മേഞ്ഞു എന്ന് പറയാം. ശരി, നല്ല ഉഷാറായിട്ട് എഴുതിയിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞ് എക്സാം ഹാൾ കഴിഞ്ഞോട് വന്നപ്പോൾ നമ്മൾ ഡിസ്കഷൻ ഉണ്ടല്ലോ, എല്ലാവരും മുഖത്ത് ഇങ്ങനെ ഒരു നൈറ്റ് മെയർ ആയിരുന്നു. എന്ത് എക്സാമാണ്, എന്ത് ക്വസ്റ്റ്യനാണ്. ബട്ട് ഐ വാസ് ലൈക്ക് ഫുൾ ഓൺ. എന്താണ്, ഞാൻ പഠിച്ച എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം ബാക്കിൽ നിന്ന് പഠിച്ചത്. സോ നമ്മളെപ്പോഴും അതിലൂടെ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് പഠിച്ച ഒരു റൂൾ എന്താ അറിയോ, ഓൾവേസ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറായിരിക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യും, സക്സസ് ഉണ്ടാവും. എക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫായിരിക്കും. എല്ലാവരും അത് പഠനം മാത്രമല്ല കേട്ടോ, ഈവൺ ഇൻ ദ ബിസിനസ് നമ്മളെന്താ അൺഎക്സ്പെക്റ്റഡിന് വേണ്ടി പ്രിപ്പയർഡ് ആവണം. സോ ദാറ്റ് എനിവേ ആ ഒരു റിസൾട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു,
CA എന്ന് പറഞ്ഞൊരു കടമ്പ തീർന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി. ഈ സമയത്ത് തന്നെ, ഈ മൂന്നാമത്തെ അറ്റംപ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനൊരു കാര്യം ചെയ്തിരുന്നു. സോ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്ലാസ് എടുത്തെടുത്തു, ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഈ കുട്ടികൾ എന്നെ എന്ത് ചെയ്തു, ഈ രണ്ടാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് തുടങ്ങി ഒരു ക്ലാസ് വേണമെന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, അതിനങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. തളിപ്പറമ്പിൽ നമ്മുടെ ഞാൻ മുമ്പ് കുറച്ച് സരസ്വതി കോളേജ് തൊട്ട് മുമ്പിൽ എന്ത് ചെയ്തു, ഒരു 2 റൂമായിട്ട് എന്ത് ചെയ്തു, എഡ്ജ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എൻ്റെ കുട്ടികളെല്ലാം അന്ന് ഹോസ്റ്റലിൽ 10-40 കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആകെ ഈ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 lakh rupees എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനോട് കടം വാങ്ങിച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ എന്ത് ചെയ്തു, ക്ലാസ് തുടങ്ങി. അതും രസമായിരുന്നു, രാവിലെ ക്ലാസ് എടുക്കുക. എനിക്ക് ഈ മോർണിംഗ് ഒരു ഇതുണ്ടല്ലോ, രാവിലെ 6 o'clock ക്ലാസ്, 6 to 10 ക്ലാസ് കഴിഞ്ഞു. പിന്നെ പഠിച്ചോളാം, പോയി ഹോസ്റ്റലിൽ നിന്നുള്ള പഠിച്ചോളാം, ആ രീതിയിലുള്ള ക്ലാസ് എടുക്കുക. ബാക്കിയുള്ള ഫാക്കൽറ്റീസിൽ വരുമ്പോൾ നോർമൽ ടൈം ആയിരിക്കും. ഞാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, 6 to 10, 6 to 11 അതൊക്കെയായിരുന്നു എൻ്റെ സമയം. മോർണിംഗിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നേരെ പഠിക്കൽ. ബാക്കി ഒരു 10 മണിയാകുമ്പോൾ കോളേജിലേക്കുള്ള കുട്ടികൾ വരുമ്പോൾ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലാസ് കഴിഞ്ഞ് പോകുന്നുണ്ടാവും. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 മാസമാകുമ്പോൾ തന്നെ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തത്, തിരിച്ചു കൊടുത്തു. പിന്നെ തളിപ്പറമ്പ് ആയതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ലൈക്ക് ആക്സസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രെയിൻ ആക്സസ് ഇല്ല. ഈവൻ സരസ്വതി കോളേജിലേക്ക് എത്തണം കാലത്തെ ബസ് ഇറങ്ങിയിട്ട് കുറേ നടക്കണം, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു ചിന്ത വന്നു. അത് മാത്രമല്ല ആ സമയത്ത് എന്ത് ചെയ്തു, ഈ കണ്ണൂരിൽ തളിപ്പറമ്പിലുള്ള എൻ്റെ സ്ഥാപനം, ഞാൻ മുമ്പ് തിരൂരിൽ പഠിപ്പിച്ചിട്ടില്ലേ, അവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ അറ്റ്മോസ്ഫിയർ ശരിയില്ലാറില്ലേ, അവരെന്ത് ചെയ്തു, അവർ ഞാൻ പറഞ്ഞു അവിടെ ഈ ഒരു പാരലൽ കോളേജ് അറ്റ്മോസ്ഫിയറിലല്ല വേണ്ടത്, നമ്മൾ പുതിയൊരു സാധനം തുടങ്ങുന്നിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്തു ഒരു സാധനം ഇട്ടപ്പോൾ അവിടെയാണ് ശരിക്കും IAM എന്ന് പറഞ്ഞൊരു സാധനം വന്നത്. തളിപ്പറമ്പിൽ എൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞ സ്ഥാപനം, അവിടെ ഗൈഡ് കോളേജിലുള്ള ആ സ്ഥാപനം പുറത്തേക്ക് വന്നിട്ട് രണ്ട് കൂടി IAM എന്ന് പറഞ്ഞ പേര് കോമൺ ആയിട്ട് പേരിട്ടു. ഇല്ല, കാലിക്കറ്റ് ആയിട്ടില്ല. ഇപ്പം 2 സ്ഥലത്ത്, തിരൂരുമായി, കണ്ണൂർ, തളിപ്പറമ്പ് പോയി. ഇവഞ്ച്വലി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാലിക്കറ്റാണ് അന്ന് ഒരു വലിയൊരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ കാലിക്കറ്റിലേക്ക് വന്നു. കാലിക്കറ്റിലും സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചേ കിട്ടും. പക്ഷേ ആ സമയത്തുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. ചെറിയ എഫേർട്ട് എടുക്കുക, ഒരു ചെറിയ ഓഫീസാക്കുക, പിന്നെ ബാക്കിയുള്ള സെമിനാർസാണ്. കുറേ സെമിനാർ എടുത്തു, അങ്ങനെ കുറച്ച് കുട്ടികളെ കിട്ടും. അങ്ങനെ എന്ത് ചെയ്തു, ബൂട്ട് സ്ട്രാപ്പിംഗ് ടെക്നോളജി മെത്തേഡിൽ നമ്മൾ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേ പൈസ തന്നെ എന്ത് ചെയ്യുക, പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഗ്രോ ചെയ്തതാണ് IAM. അങ്ങനെ കാലിക്കറ്റിൽ നല്ല സെൻറ്ററായി. നമ്മൾ തളിപ്പറമ്പിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കണ്ണൂർ, കാലിക്കറ്റ്, തിരൂർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഒരു 2-3 വർഷം നല്ല വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്തു. അന്ന് തളിപ്പറമ്പിൽ നമ്മൾ കണ്ണൂരിലേക്ക് മാറിയപ്പോൾ കുട്ടികൾ തീരെ ഇല്ലാണ്ടായി. എനിക്ക് തോന്നുന്നത് കുറച്ച് 7-10 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, വെരി ടഫ്. പിന്നെ കണ്ണൂർ നമ്മളുടെ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് വെച്ചില്ല. പക്ഷേ കാലിക്കറ്റ് എന്ത് ചെയ്തു, ശരിക്കും പിക്ക് ചെയ്തു, നല്ല ഉഷാറായി. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, IAM സ്റ്റാർട്ട് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IAM സ്റ്റാർട്ട് ചെയ്തത് ഒരു കരിയറായിട്ട് ഞാൻ തുടങ്ങിയതല്ല, ഒരു പാഷൻ്റെ പേരിൽ. ഒരു ഫൈനൽ കുറച്ച് സമയം എടുത്തല്ലോ, ആ സമയത്തൊന്ന് പിടിച്ചിക്കണം, കുറച്ച് എമൗണ്ട് കിട്ടണം എന്നുള്ള രീതി തുടങ്ങി. പക്ഷെ ഫൈനൽ പാസ്സായി കഴിഞ്ഞപ്പോഴല്ലോ ഇതെന്ത് ചെയ്തു, ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് വൈ ഷുഡ് ഐ ഗോ ഫോർ എംപ്ലോയ്മെൻറ്റ് ഓർ ഫോർ അതർ തിങ്സ്. അതെന്ത് ചെയ്തു, ഞാൻ അതിൽ തന്നെ എൻ്റെ ഇഷ്ടം കണ്ടെത്തി. അതിൽ തന്നെ എന്ത് ചെയ്തു, ഒരുപാട് കുട്ടികളെ പഠിച്ചിറങ്ങി. ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പാർട്ട്നേഴ്സ് തന്നെയായിരുന്നു പഠിപ്പിക്കുന്നത്. ഞാൻ, ഉമ്മർ സാർ, തിരൂർ സാർ അവർ തന്നെയായിരുന്നു ക്ലാസ്. ഞാനൊക്കെ ഇൻ്റർമീഡിയറ്റിനൊക്കെ എല്ലാ സബ്ജക്റ്റും എടുത്തിട്ടുണ്ട്. അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ്, എവറി സബ്ജക്ട്സ് ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മെല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്നപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ ടീച്ചിങ്ങിൻ്റെ കഴിവ് എന്ത് ചെയ്തു, മെല്ലെ നഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഉത്തരവാദിത്തം കുറേ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. വി ഗോട്ട് സോ മെനി തിങ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആർ ദെയർ. അപ്പം എല്ലാം എന്ത് ചെയ്തു, ക്ലാസ്സിൽ നിന്ന് ഷിഫ്റ്റായി. എന്താ പറയുക, മാനേജ്മെൻറ്റ് മാത്രമായി, ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള കുറച്ച് ക്ലാഷസ് വന്നു. സ്വാഭാവികം, എല്ലാ ബിസിനസ്സിലും ഉണ്ടാവുമല്ലോ. എൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരുപാട് ബ്രാഞ്ചസ് വേണമെന്നുള്ളതാണ്. ബട്ട് വെൻ കംസ് ടു മീ ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു ബ്രാഞ്ചിന് ഒരുപാട് കുട്ടികൾ വേണമെന്നില്ല. അത് നമുക്ക് എന്താ പറയുക, ഇത് സർവീസ് ഇൻഡസ്ട്രിയിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളുടെ കൈ എത്തണം എന്നുള്ളതാണ്. മാക്സിമം നമ്മളെ മുമ്പിലൂടെ കുട്ടികൾ പോകണം. സ്റ്റാഫിനെ മാത്രം ഏൽപ്പിച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം, അതും ഇതേപോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ നന്നായിട്ട് പഠിക്കേണ്ട സ്ഥാപനം എത്തുമെന്നുള്ളത് ഞാൻ സത്യം മേ ബി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാൻ അങ്ങനെ ബിലീവ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ അവർ കുറേ ബ്രാഞ്ചസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു, എനിക്ക് ഐ കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ആൻഡ് ഐ കെയിം ഔട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല വർത്തുന്നത്. ആ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കണ്ണൂർ ബ്രാഞ്ച് മാത്രമേ ഏറ്റെടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻ ദ ഇയർ 2009 IAM സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 2014 എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കണ്ണൂരിലേക്ക് ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത്. ആ സമയത്ത് ഒരു 16 കുട്ടികൾ ഞാനാണ് ഉള്ളത്
കണ്ണൂർ IIM-ലുള്ളത്. ഭയങ്കര സ്ട്രഗ്ലിങ് സ്റ്റേജിലായിരുന്നു. പക്ഷേ പഴയ ടെക്നിക്ക് ഉപയോഗിച്ചു. ഞാനും എൻ്റെ ടീമും ഇത് സെമിനാറിനങ്ങ് ഇറങ്ങി. ഒരു 6 month ആകുമ്പോൾ നമ്മൾ 200 സ്റ്റുഡൻസിലേക്ക് എത്തി. പിന്നെ IIM കണ്ണൂർ എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. Now last year we have around 1,500 students in Kannur, and again I have taken up all the IIM branches. ഇതിനെ എന്ത് ചെയ്യണം, ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യണം, അത് വേൾഡ് വൈഡിലേക്ക് കൊണ്ടുപോകണം. ഇതൊക്കെയാണ് അടുത്ത ഓപ്ഷൻസ്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു സ്റ്റോറിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പോഴുള്ള ജനറേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പോഴുള്ള ജനറേഷൻ ഒരുപാട് കഴിവുകളുണ്ട്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അതിൻ്റെ കൂടെ അവർ ആ ബ്രില്യൻസിൻ്റെ കൂടെ എൻ്റെ കുറേ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇറ്റ്സ് സംതിങ് ലൈക്ക് നമ്മളൊരു പടക്കത്തിനടുത്ത് തീപ്പെട്ടി വെക്കുന്ന പോലെ, മാച്ച് ബോക്സ് വെക്കുന്നത്. കാരണം എന്താ, എക്സ്പ്ലോഷൻ സംഭവിക്കും, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്ന കാര്യമുണ്ട്, പഠിക്കുന്നത് ഒരു 6 ടെക്നിക്കിലൂടെ ആയിരിക്കണം. ഒന്ന് റീഡിംഗ് ആണ്, മനസ്സിലാവുന്നവരെ നമ്മൾ വായിക്കണം, നല്ല വൃത്തിയിൽ വായിക്കണം. രണ്ടാമത്തത് റൈറ്റിംഗ് ആണ്, ഈ വായിച്ച് മനസ്സിലാക്കിയ സാധനം നമ്മൾ അദ്ദേഹം എഴുതി പഠിക്കണം. ഒരുപാട് തവണ എഴുതണം, ഒന്ന് പ്രശ്നമൊന്നുമല്ല, പല തവണ എഴുതി പഠിക്കണം. സോ ദാറ്റ് ഇറ്റ് വിൽ പ്രിൻറ്റ് ഇൻ യുവർ മൈൻഡ്. സോ ദാറ്റ് അത് മാത്രമല്ല, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം. ക്ലാരിറ്റി ഉണ്ടാവും, നമ്മൾ പഠിച്ച കാര്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എഴുതുന്നത് എന്തിനാ വേണ്ടിയിട്ടാണ് അറിയോ, പ്രസൻറ്റേഷൻ നമുക്ക് എഴുതി പിടിപ്പിക്കാനുള്ള കഴിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ എഴുതി പഠിച്ച കാര്യങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിബേറ്റ് ചെയ്യുക, സംസാരിക്കുക, ആ രീതിയിൽ. പിന്നെ വന്നിട്ടാണ് എക്സാം നടത്തുക, പേപ്പർ വാല്യൂ ചെയ്യുക, ടീച്ച് ചെയ്യുക. 3 സാധനം. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ചെയ്താൽ, ഇത് കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അവരുടെ ഇന്നത്തെ ബ്രില്യൻസും കൂടി വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ദ റോക്ക് സ്റ്റാർ ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ്. ഇതാണ് മൊത്തത്തിൽ എൻ്റെ ഒരു ജേർണി ഇൻ ടോട്ടൽ സെൻസ്. Anyway, thank you so much.